നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളും ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഹാപ്പിനെസ് തരും, എന്നാൽ മറിച്ച് ചിലതൊക്കെ ഭയങ്കര വിഷമവും തരും. ഇത് രണ്ടുകൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇന്നത്തെ എന്റേത്. ഇന്ന് രാവിലെ എന്റെ പ്രോജക്റ്റിന്റെ അപ്ഡേഷൻ എന്തായെന്ന് അറിയാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കിനാണ് നമ്മുടെ അലി ക്രാഫ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടു തന്നത്. കിട്ടിയപ്പോ തന്നെ ഞാനിത് പൊട്ടിച്ചു നോക്കിട്ടോ. രാവിലെ 8 മണിയുടെ വേണാട് എക്സ്പ്രസിനാണ് ഇന്ന് ഞാൻ കൊച്ചിക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്ന് എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ വിത്തൗട്ട് ബൂസ്റ്റും ഒരു കുഴക്കട്ടയിലും അങ്ങ് ഒതുക്കി. ഇന്ന് ഞാൻ ട്രെയിനിൽ കയറുന്നത് ഒരുപാട് നാൾക്ക് ശേഷമാട്ടോ. അതിന്റെ ചെറിയൊരു ഹാപ്പിനെസ്സും എനിക്കുണ്ട്. എന്നാൽ അതിലും കൂടുതൽ ഹാപ്പിനെസ് വേറൊരു കാര്യത്തിലാ. എന്താണെന്നറിയോ, ഒരു അരമണിക്കൂർ നീണ്ടു നിപ്പ് നിന്നതിന് ശേഷം എനിക്ക് ഇരിക്കാനായിട്ട് ഒരു സീറ്റ് കിട്ടി. കൊച്ചിയിലെത്തി മെട്രോ കയറി ഫസ്റ്റ് ഞാൻ പോയത് എന്റെ കടവന്ത്രയിലുള്ള ഓഫീസിൽ പ്രഭുവിനെ കാണാനായിട്ട്. പ്രഭുവിനെ കണ്ട 2 നാരങ്ങാളൊക്കെ കുടിച്ച് പിന്നെ പോയത് കലൂരുള്ള റീജിയണൽ ഓഫീസിലോട്ടാണ്. കാരണം എന്താണെന്നല്ലേ, 8 മാസമായിട്ട് ഞാൻ വെച്ച എന്റെ പ്രോജക്റ്റിന്റെ സിനോപ്സിസിന് ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. എന്റെ ഒപ്പം സിനോപ്സിസ് വെച്ചതും എനിക്ക് ശേഷം വെച്ച എല്ലാ പിള്ളേർക്കും അപ്രൂവലും റിജക്ഷനുമായിട്ട് ഓരോ അപ്ഡേഷനും വന്നിട്ടോ. എന്നാൽ എനിക്ക് മാത്രം വന്നിട്ടില്ല. ഇതെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കാന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ എറണാകുളത്തേക്ക് വന്നത്. കയറി ചെന്ന് കാര്യം തിരക്കിയപ്പോഴത്തേക്കിനാണ് ഞാൻ അറിയുന്നത് ഈ 8 മാസമായിട്ടും എന്റെ സിനോപ്സിസ് ഇതുവരെ കൊച്ചിയിൽ ഡൽഹിയിലോട്ട് അയച്ചിട്ടില്ല. കാരണം സിനോപ്സിസിലെ ഗൈഡിന്റെ സിവിയില് ഗൈഡ് സൈൻ ചെയ്തിട്ടില്ല. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് എന്റെ സിനോപ്സിസ് 8 മാസം അവരവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു കേട്ടോ. എങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് അത് നമ്മളെ ഒന്ന് ഇൻഫോമെങ്കിലും ചെയ്തൂടെ? അവർ അതുപോലും ചെയ്തില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യുമെന്ന് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് സി വി ജസ്റ്റ് ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഗൈഡിനെ കൊണ്ട് സൈൻ ചെയ്താൽ മതിയെന്ന്. അവിടെയാണ് എനിക്ക് ടാസ്ക് കിട്ടിയത്. ഇപ്പൊ സമയം 12:30. എന്റെ ഗൈഡ് ഫ്രീ ആണെങ്കിൽ രാത്രി 8 മണി കഴിയും. എന്തേലും ആട്ടെ എല്ലാം സെറ്റ് ആകുമെന്നുള്ള ഒറ്റൊരു വിശ്വാസത്തില് എന്റെ ഗൈഡിനെ വിളിച്ച് സെറ്റ് ആക്കി ഒരു പ്രിന്റ് ഔട്ട് സി വിയോട് എടുത്തു കേട്ടോ. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി കഴിച്ചു കേട്ടോ. ഇതിന്റെ ബാലൻസ് വീഡിയോ ഞാൻ പാർട്ട് 2 ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുവരെ എന്റെ അക്കൗണ്ട് ആരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടാ മതി കേട്ടോ. ബൈ.